ഞാനൊരു 10-12ഓളം രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു 100 കണക്കിന് ഇടവകളിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കവലപ്രസംഗമാണ്. അതിൻ്റെതായ എല്ലാ പേടിയും വിഷമൊക്കെ എനിക്കുണ്ട്. സാധാരണ എൻ്റെ മുമ്പിൽ നേരെ ആൾക്കാരിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പല സ്ഥലങ്ങളിലും പോയിട്ട്, നേരത്തെ പോകേണ്ടതായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. കോട്ടയം സൈഡിൽ പല സ്ഥലങ്ങളിലും എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ കവലപ്രസംഗത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയില്ല, ഞാൻ ഖേദിക്കുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ഒരു പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പോ, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് മുമ്പോ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി പഠിച്ച പ്രാർത്ഥനകളൊന്നും ഇത് തന്നെയാണ്: വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോ അപ്പനോ മൂത്ത ഒരാളോ കുരിശ് വരച്ച് മടിയിൽ പിടിച്ചിരുത്തി നമ്മളെ പഠിപ്പിച്ചു തന്ന ആദ്യത്തെ പ്രാർത്ഥന ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം, വിശുദ്ധ കുരിശിന്റെ അടയാളം. നമ്മുടെ ഏറ്റവും ആദ്യത്തെ വേദപാഠം ഇതായിരുന്നു. നമ്മൾ കൂടി ആദ്യത്തെ ധ്യാനം അതായിരുന്നു. നമ്മൾ കേട്ട ആദ്യത്തെ വിശുദ്ധ ഉപദേശങ്ങളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനകളൊന്ന് ഇത് തന്നെയായിരുന്നു, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുള്ള ഒരു വചനമായിരിക്കാം. ഈ മക്കമാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ഒരു അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ്, സർവശക്തനിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നതെന്ന് ഈ വചനം നമ്മൾ കേട്ടിട്ടുണ്ടാകാം. തന്റെ അങ്കുലി ചലനം കൊണ്ട് ലോകം മുഴുവനെയും ശത്രുക്കളെയും തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവ്. നമുക്കറിയാം മലയാളം വാക്കിന്റെ അർത്ഥം, അങ്കുലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞ വിരൽ. ഒരു വിരൽ. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ വായിക്കുക: വിത്ത് എ സിംഗിൾ നോഡ്. എന്ന് വെച്ചാൽ വിരലൊന്ന് അനക്കുന്നതിലൂടെ ശത്രുവിനെ, തിന്മയെ, നമുക്കെതിരെ വരുന്ന എന്തിനേയും തറപറ്റിക്കാൻ കഴിയും എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ ചൊല്ലുന്ന ഒരേ ഒരു പ്രാർത്ഥന ഉള്ളതാണ് എൻ്റെ ഒരു അറിവ്. ബാക്കിയെല്ലാം നമ്മൾ കരങ്ങൾ വിരിച്ചു പിടിച്ചോ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അങ്കുലി ചലനം, വിരലിന്റെ ഒരു അനക്കം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ. നമ്മൾ തള്ളവിരലൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ച് ആ ഒരു അങ്കുലി ചലനം കൊണ്ടാണ് ഈ വലിയ പ്രാർത്ഥന. നമ്മൾ കേട്ട ഏറ്റവും പഠിച്ച ആദ്യത്തെ പ്രാർത്ഥനകളൊന്ന് നമ്മൾ ചൊല്ലുക. ആ പ്രാർത്ഥനയുടെ ശക്തിയും ആ വിശുദ്ധ കുരിശിന്റെ ശക്തിയും ആ വചനത്തിൽ പറയുന്നുണ്ട്. തന്റെ അങ്കുലി ചലനം കൊണ്ട് ശത്രുക്കളെ മുഴുവൻ തറപറ്റിക്കാൻ കഴിയുന്ന ദൈവം. നമ്മുടെ മുമ്പിൽ ഈ ശത്രുവായിട്ട് ഒരു പക്ഷേ രോഗങ്ങൾ ഉണ്ടാകാം, നമ്മൾക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, നമ്മളെ സങ്കടപ്പെടുന്ന നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം. എന്തു തന്നെ ആവട്ടെ, നമ്മൾ ശത്രു എന്ന് വിളിക്കുന്ന എന്തിനേയും ഒരു അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവം നമ്മളെ പഠിപ്പിച്ചു തന്ന, വിശുദ്ധ കുരിശു കൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്ന വലിയ പ്രാർത്ഥനയാണ്. നമ്മൾ ഒരിക്കലും മറക്കരുത്. എത്രയെത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എത്രയെത്ര പ്രാർത്ഥനകളും നമ്മൾ പഠിച്ചാലും, എത്രയെത്ര വചനങ്ങൾ നമ്മൾ കാണാപ്പാടം പഠിച്ചാലും, എത്രയെത്ര പ്രസംഗങ്ങൾ നമ്മൾ കേട്ടാലും, ആത്മീയതയിൽ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് വളരുമ്പോഴും നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനവും തിരുസഭയും ഒക്കെ നമ്മൾ ഇത് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓർമ്മയിലുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്, കുരിശോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് വലിയ നോമ്പിന്റെ കാലത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ കുരിശിന്റെ വഴി പ്രാർത്ഥന നമ്മൾ ചെല്ലും. 14 സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തിന്റെയും അവസാനം ഓരോ സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഓരോ സ്ഥലം പറഞ്ഞു കഴിയുമ്പോൾ: ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ഏറ്റവും വലുതായിട്ട് നോമ്പുകാലത്ത്, വലിയ നോമ്പിന്റെ സമയത്തൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്ന അങ്ങനെയാണ്: വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും, നമ്മുടെ വേദനകളിൽ നിന്നും, നമ്മുടെ ഓരോ അരക്ഷിതാവസ്ഥകളിൽ നിന്നും, നമ്മുടെ ഭയങ്ങളിൽ നിന്നുമെല്ലാം നമ്മളെ രക്ഷിക്കാൻ ഈശോയുണ്ട്, ഈശോയുടെ കുരിശുണ്ട്. ആ കുരിശിനെ വണങ്ങുന്നവർ, ആ കുരിശിനെ ആരാധിക്കുന്നവർ, ആ കുരിശിനെ മുറുകെ പിടിക്കുന്നവർ ലോകത്തെ ശത്രുവിനെ വിജയിക്കും. കുരിശേറ്റെടുത്ത് നടക്കുന്ന ഒരു ജീവിതം, സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതം, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ കത്തി എരിഞ്ഞ് ഉരുകി ഇല്ലാതാകുന്ന ജീവിതം നമ്മുടെ എല്ലാ ജീവിതത്തിലും അതുണ്ട്. ഒരു വൈദികനോ, ഒരു സന്യസ്തയ്ക്കോ, ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്കോ, ഒരു യുവാവിനോ, യുവതിക്കോ, ഒരു വിദ്യാർത്ഥിക്കോ ഒക്കെ ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ചില കുരിശിന്റെ ഭാരങ്ങൾ, നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ചില സഹനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടക്കേണ്ടതുണ്ട്. ആ സഹനങ്ങൾ ഏറ്റെടുത്ത് നടക്കുമ്പോൾ നമ്മളൊരു മെഴുകുതിരി പോലെ ഒരുപക്ഷെ ഉരുകുന്നുണ്ടാകാം. ആ കുരിശെടുത്ത് നടക്കുമ്പോഴും മെഴുകുതിരി പോലെ നമ്മൾ ഉരുകുമ്പോഴും നമ്മളിലൂടെ, നമ്മുടെ സഹനത്തിലൂടെ ഒരുപാട് ആളുകൾ പ്രകാശത്തിൽ നടക്കുന്നുണ്ട്. ഒരപ്പനോ അമ്മയോ
കുരിശെടുത്ത് നടക്കുമ്പോൾ, അപ്പനും അമ്മയും മെഴുകുതിരി പോലെ ഒരുങ്ങുമ്പോൾ അടുത്ത തലമുറയ്ക്ക്, മക്കൾക്ക് അതൊരു പ്രകാശമായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയോ ഒക്കെ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, മെഴുകുതിരി പോലെ കത്തുമ്പോൾ ആരൊക്കെയോ ആ പ്രകാശത്തിൽ നടക്കുന്നുണ്ട്. ഈശോയെ പോലെ ലോകം മുഴുവൻ രക്ഷിക്കാൻ നമ്മൾ ഏറ്റെടുക്കുന്ന കുരിശിന് നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ സമൂഹത്തെയോ ഒക്കെ രക്ഷിക്കാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയൊക്കെ രക്ഷിക്കാൻ നമുക്ക് വരുന്ന ഈ സഹനങ്ങളെ, നമുക്ക് വരുന്ന ഈ തീപ്പൊള്ളുന്ന അനുഭവങ്ങളെയൊക്കെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം.